ആത്മീയ വഴികാട്ടി എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ അനുഭവങ്ങളായിരുന്നുവെങ്കിൽ ഇനിയുള്ള വീഡിയോകൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. യേശു കർത്താവിനെ ഗുരുവായി സ്വീകരിക്കുന്നവർക്ക് യാതൊരു ഉപാധിയുമില്ലാതെ ദൈവാത്മാവിൻ്റെ ആളത്വം ഓരോരുത്തരിലും കുടികൊള്ളും എന്ന സത്യം ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. എന്നതുകൊണ്ട് ആരും വിശുദ്ധരാകുന്നില്ല. പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചിതരാകണം. അതിനുള്ള സാധനകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. യേശു ക്രിസ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു അറിവുണ്ട്. അതിങ്ങനെയാകും: നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നവൻ. ഇത് ഒരു പൊതു അറിവാണ്. എന്നാൽ പൂർണ്ണമായ അറിവിലേക്കെത്താൻ കഴിഞ്ഞവർ വളരെ ചുരുക്കമാണ്. സുവിശേഷം ഒന്നേയുള്ളൂ. എന്നാൽ അത് ഉൾക്കൊണ്ടത് പലരും പല വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടങ്ങൾ നാനാതരമായി, മതമായി, പല പല കമ്മ്യൂണിറ്റികളായി. എന്നാൽ സഭ ഒന്നേ ഉള്ളൂ. അത് ദൈവമക്കളുടെ സഭയാണ്. അതിൻ്റെ കണക്ക് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഒന്ന് വ്യക്തമാണ്: പരിശുദ്ധാത്മാവിലൂടെ നയിക്കപ്പെടുന്നവർ ദൈവമക്കളാണ്. അവരുടെ കൂട്ടമാണ് സഭ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ ഉള്ളിൽ ദൈവരാജ്യമുണ്ട്. വിശുദ്ധ പൗലോസ് പറയുന്നു, ദൈവരാജ്യമെന്നാൽ തീനും കുടിയുമല്ല, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമത്രേ. പരിശുദ്ധാത്മാവ് വരുന്നത് എല്ലാവർക്കും ആനന്ദമല്ല കേട്ടോ. ചിലർക്കൊക്കെ സങ്കടമാണ്. അതുകൊണ്ട് അവരൊന്നും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. രോഗം മാറണം, മക്കളുണ്ടാകണം, ഭവനം വേണം, കാറ് വേണം, പ്രശ്നം തീരണം, ഇങ്ങനെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും മുഖ്യ വിലയിട്ട് പ്രാർത്ഥിക്കാറ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നാൽ പോലും അറിയില്ല. കാരണം രോഗം മാറിയില്ല, പ്രശ്നം തീർന്നില്ല, പിന്നെ ഭാഷാവരം കിട്ടിയില്ല. പരിശുദ്ധാത്മാവ് വരുന്നത് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കുവാൻ തന്നെയാണ്. എന്നാൽ മുഖ്യ കാര്യം പാപമുക്തി തന്നെയാണ്. പാപമുക്തി ലഭിക്കാതെ ദൈവത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഭൗതിക കാര്യങ്ങൾക്കായി ചോദിക്കരുത് എന്നാണ് എൻ്റെ പക്ഷം. അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകും. ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു പർപ്പസ് ഉണ്ട്. അത് നാം കർത്താവിലൂടെ കേട്ടു. ഓരോരുത്തരും മനസ്സിൽ ഉരുവിടേണ്ട വചനമാണത്. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അന്തിമ ദിവസം അവരെ ഉയർപ്പിക്കണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം. ഇപ്പോൾ പിടികിട്ടിയോ? നമുക്ക് ഒരു രോഗവും ഒരു കഷ്ടവും ഒരു ദുഃഖവുമില്ലാതെ ഭൂമിയിൽ സുഖിപ്പിക്കാനല്ല ദൈവഹിതം. മറിച്ച് നമ്മൾ സ്വർഗത്തിലും കർത്താവിനോടൊത്ത് ജീവിക്കണമെന്നൊരു സംഗതിക്ക് കൂടി വേണ്ടിയാണ്. എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മെ കഷ്ടപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കണമെന്നൊന്നുമില്ല. നാം കഷ്ടപ്പെടാതിരിക്കേണ്ടതിന് തന്നെയാണ് യേശു കർത്താവ് കഷ്ടം സഹിച്ചത്. പക്ഷേ നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. ഇത് മുഖ്യ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് പാപത്തെ പൂർണ്ണമായി നമ്മിൽ നിന്ന് എടുത്തു കളയാനാണ് ഹോളി സ്പിരിറ്റിനെ ദൈവം തരുന്നത്. അതും യേശു ക്രിസ്തുവിലൂടെ എല്ലാവർക്കുമായി നൽകുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്: പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം തരും. പരിശുദ്ധാത്മാവ് പല ഡോസിലാണ് നമുക്ക് ലഭിക്കുക. ഫസ്റ്റ് സ്റ്റേജ് അഭിഷേകം നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഇത് ഒരു ആളത്വമായി നമ്മിൽ മാറുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത് അകത്തെ മനുഷ്യനെന്ന്. നാം ഈ ആളത്വത്തോട് സഹകരിക്കുന്നതനുസരിച്ചായിട്ടാണ് പിന്നത്തെ ഡോസ് പരിശുദ്ധാത്മാവ്, അതായത് ഉയരത്തിൽ ശക്തി അല്ലെങ്കിൽ ദൈവ തേജസ് ലഭ്യമാകുന്നത്. ഈ സ്റ്റേജിൽ നാം വരുമ്പോഴാണ് ദൈവപുത്രീപുത്രന്മാരാകുന്നത്. ആദ്യത്തെ പരിശുദ്ധാത്മാവ് അനുഭവം
നമ്മെ ഉപദേശിക്കലാണ്. ആ ഉപദേശത്തോട് മറുതലിച്ചാൽ പിന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പർപ്പസ് തിരോഭവിക്കും. നമുക്ക് പാപത്തിൽ നിന്ന് മോചനവും ഉണ്ടാകില്ല. അപ്പോഴാണ് നാം ശിക്ഷണങ്ങളിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ജീവിതം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവിനെ സ്വീകരിച്ചതിന് മുമ്പ് ജീവിതം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല, ഇപ്പോൾ തൊട്ടതിലൊക്കെ പ്രശ്നമാണ്. പ്രിയരെ, ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മെ വിശുദ്ധീകരിക്കണം, എന്നിട്ട് വേണം ദൈവ തേജസ് പകരാൻ. ഒരു ദൈവമക്കളും ഭൂമിയിൽ കഷ്ടം സഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം പാപത്തെ വേൾക്കുമ്പോൾ സാത്താനെ തന്നെ നമ്മുടേതാക്കുകയാണ്. പിന്നീടുള്ള നമ്മുടെ ജീവിതം സാത്താൻ്റെ കൺട്രോളിലാണ്. ഇവിടെ നാം പരീക്ഷണ വിധേയരാകപ്പെടുന്നുണ്ട്. പരീക്ഷകളിൽ ജയിക്കുമ്പോഴാണ് ജയമുണ്ടാകുന്നത്. ഈ ജയം എന്ന് പറയുന്നത് നമ്മെയും നമ്മിലെ സാത്താനെയും തോൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. ഈ അനുഭവമാണ് രക്ഷയുടെ അനുഭവം. ഇത് പരിശുദ്ധാത്മാവെന്ന നുകത്തിൻ്റെ കീഴിൽ നിൽക്കാൻ സാധിക്കുന്ന കീഴ്വഴക്കത്തിലാകുക. അപ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാണ്, തർക്കമില്ല. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിത്തീരുകയല്ല. ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. എനിക്ക് ഭൂമിയിൽ സ്വന്തമെന്ന് കരുതാൻ ഈ ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്ന ബോധ്യത്തിലെത്തുന്നതുവരെ ഈ അരക്ഷിതാവസ്ഥ തുടരും. ഞാൻ ഓർക്കുകയാണ്, വളരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഓർമ്മ തുടങ്ങുന്ന സ്റ്റേജിലെ ഒരു അനുഭവം. ഒരു പെരുന്നാൾ ദിനം പ്രിയ ബന്ധുക്കളോടൊത്ത് പള്ളിയിൽ പോകുന്നു. ഒരു ബന്ധു പുതുമണവാളൻ ഒരു മനോഹരമായ ബലൂൺ എനിക്ക് വാങ്ങിത്തരുന്നു. സന്തോഷം കൊണ്ട് ഞാനത് പിടിച്ച് നടന്നു. എൻ്റെ അപക്വമായ ബാല്യത്തിൽ അതെനിക്ക് എത്ര അഭിമാനമായിരുന്നെന്നോ. ഞാനതിനെ താലോലിച്ച് ഉമ്മ വെച്ചു. ആരോ പറഞ്ഞു, പള്ളിയിൽ കുർബാനയ്ക്ക് ഇരിക്കേണ്ടതല്ലേ. വാങ്ങിച്ചു തന്ന ആൾ തന്നെ അത് പൊട്ടിച്ചു. അന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെട്ടിരുന്ന ആ ബലൂൺ നിമിഷ നേരം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നഷ്ടങ്ങളുടെ പട്ടികയാണ്. ഞാൻ സ്വന്തമെന്ന് കരുതി മാറോടൊതുക്കിയതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്നു, എനിക്ക് സ്വന്തമായത് എന്നിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമാണെന്ന്. അത് അവസാന നിമിഷം വരെയും ഉണ്ടാകും. ഈ സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത്. ഈ ശുദ്ധമായ ക്രിസ്തുബോധത്തിൽ നിലനിൽക്കുവാനുള്ള മെഡിറ്റേഷൻ മെത്തേഡ് പരിശുദ്ധാത്മാവ് തന്നെ എന്നെ പഠിപ്പിച്ചു. ഞാൻ അതിനെ ഹോളി യോഗ എന്ന് പേരിട്ടു. യോഗ എന്ന പദം ഹൈന്ദവരിലാണ് നാം കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ഒരു സംഗമം എന്നാണ്. ധ്യാനത്തിലൂടെ സംഭവിക്കുന്ന ഒരു മഹാകാര്യമാണിത്. എന്താണിത്? നീ നിന്നെ അറിയുന്നു. സെൽഫ് റിയലൈസേഷൻ. അതൊരു വല്ലാത്ത അറിവാണ്. സ്വയം അറിയുക. ഹൈന്ദവരും അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ അറിഞ്ഞ അറിവിൽ ഒരു മാറ്റമുണ്ട്. പൊതുവെ എല്ലാവരും പറയും എല്ലാം ഒന്നാണെന്ന്. പക്ഷേ വീക്ഷിക്കുമ്പോൾ അറിയുന്നു എത്രയോ ഡിഫറൻ്റ് ആണെന്ന്. ഹൈന്ദവർ അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, തത്വമസി, അത് നീ തന്നെ. അഹം ബ്രഹ്മാസ്മി, ഞാൻ ദൈവമാകുന്നു. എന്നാൽ ഞാൻ അറിഞ്ഞത് ഐ ആം എ സിന്നർ, ഞാനൊരു പാപി. ഇതാണ് ശരിയായ അറിവ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നതും പരിണമിക്കപ്പെടുന്നതും. അതെവിടം വരെ? ഒരു ദൈവ പൈതലാകുന്നത് വരെ. അതാണ് തിരിച്ചറിവ്. ഇവിടെ നാം ദൈവമഹത്വത്തിലേക്ക് ഉയരുന്നുണ്ട്. ഞാൻ ദൈവമെന്ന് അവകാശപ്പെടുന്നില്ല, മകനും മകളുമാകുന്നു. നമുക്ക് എപ്പോഴും മക്കളായിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ അഹം ദൈവത്തിൻ്റെ കൺട്രോളിലാകുന്നു. അനുസരണ പരിശീലിക്കുന്നു.
വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ എങ്ങനെ മക്കളാകാൻ കഴിയും? ദൈവം തന്നെ നമ്മെ മക്കളാക്കുകയാണ്. അവിടുത്തെ പുത്രനിലൂടെ നമ്മെയും ദൈവമക്കളായി വാർത്തെടുക്കുന്നു. ഈ പ്രോസസ്സിന് ഞാനിട്ട പേരാണ് ഹോളി യോഗ. വിശുദ്ധിയിൽ വിളങ്ങുന്ന ദൈവത്തിൻ്റെ ചൈതന്യത്തെ വിശുദ്ധിയോടെ സ്വീകരിക്കണം. അതിനാണ് ആദ്യമായി യേശുക്രിസ്തുവിലൂടെ വചനമാകുന്ന ആത്മാവ് വരുന്നത്. വിശുദ്ധീകരണത്തിന് ശേഷം മഹത്വത്തിൻ്റെ ദൈവ തേജസ്സിനാൽ നാം ശക്തിപ്പെടുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാനും പിതാവും നിങ്ങളിൽ വാസം ചെയ്യും. ഹൈന്ദവ യോഗയിൽ ജീവാത്മാവിനെ സുഷുമ്നയിലൂടെ കയറ്റി ആത്മസാക്ഷാത്കാരം നേടുന്നു. അതിനായി ഹൃദയസ്പന്ദനത്തെ നിർത്തുന്നു, സമാധിയിലാകുന്നു. മഹായോഗികൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവർക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ വരെ ചെയ്യാൻ കഴിയും. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തെടുത്ത് തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നു. ശ്രീബുദ്ധൻ്റെ ധ്യാനമോ പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ട് സുഖദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്ന ടെക്നിക്കാണ്. അതുപോലെ ഇടവിടാതെ ജപിച്ചുകൊണ്ട് ആത്മയോഗം സാധ്യമാക്കാം. സൂഫിസം, റേക്കി, ഇതിലൂടെയൊക്കെ യോഗം സംഭവിക്കും. കൊന്ത ചൊല്ലി ചൊല്ലി ഒരു തരത്തിൽ യോഗത്തിലെത്താം. എന്താണ് യോഗത്തിലെത്തുക എന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ജീവാത്മാവും പുറത്തുള്ള ആത്മാവുമായി ഒത്തുചേരുന്നു. ഇവിടെ ദൈവാത്മാവായി ആണ് ചേരുന്നതെന്ന് പറയാൻ സാധ്യമല്ല. വിശുദ്ധിയോടെ യോഗത്തിലെത്താൻ കഴിയാത്തതാണ് കാരണം. ഈ രീതിയിലുള്ള യോഗാഭ്യാസം മനുഷ്യനെ പലപ്പോഴും ഭ്രാന്തനാക്കുകയാണ്. മിക്ക അവധൂതരെന്ന് അറിയപ്പെടുന്നവരും സുബോധമില്ലാത്തവരാണ്. എങ്കിലും അവർക്ക് പല സിദ്ധികളുണ്ടാകും. കൊന്ത ചൊല്ലി ചൊല്ലി ഭ്രാന്തായവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമശിവായ ഇടവിടാതെ ചൊല്ലി ഭ്രാന്തായവരെയും കണ്ടിട്ടുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നുവെന്നറിയാമോ? ദൈവം മനുഷ്യന് നൽകിയ യുക്തിബോധം നഷ്ടപ്പെടുന്നു. അതിനാൽ തന്നെ ഏത് ആത്മാവിനോടാണ് യോഗം ചേരുന്നതെന്ന് അറിയുന്നില്ല. ഈ അവസരത്തിൽ തമോമയ ശക്തി കയറാം, അല്ലെങ്കിൽ ദുരാത്മാക്കൾ കയറാം. എന്താണ് തമോമയ ശക്തി അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തി? ഇതിനെക്കുറിച്ചറിയാൻ ബൈബിളിലേക്ക് തന്നെ പോകാം. 2 തെസ്സലോനിക്ക 2:11-12 വാക്യങ്ങൾ. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജ്യത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. എന്താണ് സത്യം? സത്യം യേശുക്രിസ്തു വെളിപ്പെടുത്തിയതാണ്. അത് ഉൾക്കൊള്ളാതെ യോഗത്തിൽ എത്തിച്ചേരുന്നവർ ദൈവാത്മാവിൻ്റെ യോഗമല്ലെന്ന് മനസ്സിലാക്കണം. എത്ര തന്നെ അത്ഭുതങ്ങൾ ചെയ്യുന്നവരായാലും ഈശ്വര സാക്ഷാത്കാരം നേടിയെന്ന് ഉറപ്പിച്ചു പറയുന്നവരായാൽ പോലും അത് ദൈവാത്മാവിൻ്റെ യോഗമാണെന്ന് വിശ്വസിക്കരുത്. ഒരാൾ തന്നെ പല സ്ഥലങ്ങളിൽ കാണപ്പെടാം, ഭൂമി തൊടാതെ നിൽക്കാം, രോഗം മാറ്റാം, അങ്ങനെ വലിയ അത്ഭുതങ്ങൾ ചെയ്യാം. അത്ര സിദ്ധികൾ ചെയ്യുന്നത് തമോമയ ശക്തി കൊണ്ടും സാധിക്കും. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, എത്ര തന്നെ ശക്തിയുള്ളവരാകിലും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ മേൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈ സിദ്ധി അവരുടെ മേൽ ഫലിക്കുകയില്ല. യോഹന്നാൻ 1:4 ഇങ്ങനെ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിന് പിടിച്ചടക്കിയില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മിലെ പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിലൂടെ ചരിക്കുന്നവർ വലിയ സിദ്ധികളൊന്നും കാണിച്ചില്ലേലും അവിടെയാണ് യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരം ഇരിക്കുന്നത്. ആ ആത്മാവിനോട് നയിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു അനുഭൂതിയാണ്, ആനന്ദമാണ്. തുടർന്ന് അടുത്ത വീഡിയോകളിൽ കേൾക്കാം. ഗോഡ് ബ്ലെസ് യു.